ഹായ് കൂട്ടുകാരെ, ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം. കൃഷി പാടം സ്പെഷ്യൽ. ഓവർ ടു ഷീനുട്ടി. ഇതുണ്ടോ ക്യാമറ ചാടുവോടോ? കുളത്തിലല്ല, ഇത് വല്ല ഉണ്ടാവോ പാടത്ത്? എടോ, ഇത് മുളക് ചെടിയാ, ഇത് കോളിഫ്ലവർ, അത് തക്കാളി, ഇത് മെന്ത്യ, നമ്മുടെ ഉലുവച്ചീര. ഇത് നമ്മുടെ മേത്തിച്ചീര എന്ന് പറയുന്ന നാട്ടിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലടോ. രസാ, നോക്കൂ, നല്ല അടിപൊളിയായില്ലേ. ഇത് നന്നായിട്ട് വരണേ, ഞങ്ങൾക്കും കൂടെ കുറച്ച് കിട്ടണേ. ഇപ്പൊ തരും, ചോദിച്ചാലൊക്കെ തരും, കുഴപ്പമൊന്നുമില്ല. നല്ല മനുഷ്യരാ, നമ്മളായിട്ട് ചീത്തക്കാരാണ്. മേത്തി തന്നെ ഉറപ്പാണ്. വേണ്ട, മേത്തി ചീരയാ. ഇത് എങ്ങനെയാണെന്നറിയാമോ, ഇവർ ഈ ഒരു കറുത്ത ട്രേക്കുള്ളില് ഇതിങ്ങനെ വിത്ത് കൊണ്ടിട്ട് വിതയ്ക്കും. എന്നിട്ട് ആ ട്രേക്കകത്ത് ഇത് ഒന്നിങ്ങനെ മുളച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ പറിച്ചു വെക്കും. പക്ഷെ ഇത് അങ്ങനെ അല്ലെന്നാണ് തോന്നുന്നത്. ഇത് നേരിട്ട് അവർ വിതച്ചിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആ ചെടി ആ വെച്ചിരിക്കുന്ന കണ്ടാലറിയാം. അതിനിടയ്ക്ക് ഒരു ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഈ മേത്തിക്ക് അതില്ല. അവിടെയുള്ള അതെല്ലാം അങ്ങനെ തന്നെയാണോ? ഇവരൊക്കെ കൂട്ടുകുടുംബത്തിൽ താമസിക്കുന്ന ആൾക്കാരാ. കണ്ടോ, നിറച്ചു കൈ വെച്ചിങ്ങനെ തൊടാൻ തന്നെ എന്ത് സുഖമെന്നറിയോ. ഇവിടെ എല്ലാം അത് പറിച്ചതാണ് കേട്ടോ. ഈ പാടം പാടം പറിച്ചതല്ല, പാടമല്ല, ഈ പാടത്തുനിന്ന് ഓരോ സൈഡിൽ നിന്ന് അവർ പറിച്ച് പറിക്കുമ്പോ അടുത്ത സ്ഥലത്ത് നടും. അങ്ങനെയാണ് ഇതിന്റെ പരിപാടി. കണ്ടോ പാടം. എടോ മറ്റേപ്പട് പുത്തക്കാലം ഇപ്പൊ പറഞ്ഞ ട്രേ ഇതാട്ടോ, ഇതാ കിടക്കണ ട്രേ, ഉപയോഗശൂന്യമായ ട്രേ അവിടെ ഇട്ടിരിക്കുക. ഇതിന്ന് പറിച്ചെടുത്തിട്ടാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. അത് തുറന്ന് കാണിക്കണോടോ? കാണിച്ചു. സ്വന്തം പാടത്തിറങ്ങി നടക്കുന്ന പോലെയാണ്. സ്വന്തം പാടം കണ്ടോ, ഇങ്ങനെയാണ്. ഇതിനകത്ത് ഒരു ഇത്തിരി മണ്ണുണ്ടാവും. ആ മണ്ണിൽ അവര് വിത്ത് ഇട്ടിട്ട് ഇത് കൊള്ളാലോ. എനിക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റൂല. ഈ കുഴിയിൽ ഒഴിച്ചാ പോരാ ചോക്ലേറ്റ്. നല്ല വല്ലാത്ത ഐഡിയ കൊണ്ട് വന്നേക്കുവാ. എന്താടോ ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഐഡിയാസ്? ഇഷ്ടപ്പെടൂല ചേച്ചി. വാ, പാടം വരമ്പില് കൂടെ നടക്കാൻ പാടാം. വരമ്പത്തേക്ക് ചാടാം ചേച്ചി. എനിക്ക് അതൊന്നും പറ്റുന്നത്. ഞങ്ങളുടെ നാട്ടില് വരമ്പും കിരമ്പൊന്നുമില്ല. ഇവിടെ സത്യമായിട്ടും ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാടം കണ്ടത് ബാംഗ്ലൂർ വന്നിട്ടാ. ഞങ്ങളുടെ നാട്ടില് പാടമില്ല, കുന്തമില്ല. ആറ്റിലും കൊണ്ടുപോകണം. ആറ്റിൽ പോയിട്ട് അവിടെ അടിച്ചു പൊളിക്കും ഞാൻ. അപ്പൊ നമുക്കെന്നാ ഇത് ഇത് തക്കാളി അസുഖം വന്നിരിക്കുവാടോ. ഒരു വെള്ളപ്പാണ്ടുള്ള അസുഖം കണ്ടോ. ഇത് ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അസുഖം വന്നേക്കും. ഒരു വെള്ളപ്പാണ്ടുള്ള സംഭവമാണ്. അതാണ് ഇതൊക്കെ ഇങ്ങനെ പറിക്കത്തില്ലല്ലേ, ഇതെങ്ങനെ ചീത്തയായി പോവും. അതിനിപ്പോ അത് മുഴുവൻ പോയി. ഈ ഒരു ലോട്ട് മുഴുവൻ പോയി. ഇവിടെ കൈ കൊണ്ട് തൊടരുത്, തൊടാൻ പാടില്ല. ഇവിടെ അത് കൈ തൊട്ട് പിന്നെ കൈ കൊണ്ട് കഴുകണം കേട്ടോ. ഞാൻ തുടച്ചു എന്റെ പാന്റിൽ. കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെ ഇനിയിപ്പം പറ്റത്തില്ല അല്ലേ? ഇതിപ്പോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഇവരിപ്പോ ഇങ്ങനെ ഫംഗസ് ഉള്ളതാണോ ഇല്ലാത്ത നമുക്ക് കിട്ടുന്നതെന്ന്? ഒരിക്കലും അവരിത് എടുക്കുന്നതാണെങ്കിൽ അവർ എപ്പോഴും ഇത് പറിച്ചെടുത്ത് നമുക്കിത് മാർക്കറ്റിൽ എത്തിച്ചേനെ. പക്ഷെ ഇതിപ്പോ പറിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഇനി അതവർ പറിക്കത്തില്ല. ഇത് മൃഗങ്ങൾക്കും കൊടുക്കാൻ പറ്റത്തില്ല, പശുക്കൾക്കും കൊടുക്കാൻ പറ്റത്തില്ല. അസുഖം വന്ന സാധനം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ അവർ വെറുതെ ചുമ്മാ ഒരു ഭൂമിയിലേക്ക് ഡംപ് ചെയ്യും. അതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. മറ്റേ കൊണ്ടിടുന്നത് ഇങ്ങനത്തെ കേടുവരുന്ന സാധനം. ഇതാണ് ഈ കൃഷിയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. ക്യാമറാമാൻ കുളത്തിൽ ചാടുകയെന്ന് ചോദിച്ചതുപോലെ അതാ പറയുന്നത്. ഈ കൃഷിയിലുള്ള ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് ഓരോ ചില സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ലോസ് വരും. അതൊക്കെയാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം. കൃഷി ചെയ്ത് നല്ല പാടാണ്. അയ്യോ, ഭയങ്കര പാടുള്ളത്. ഈ പൊരി വെയിലത്തൊക്കെ നിന്ന് പണിയെടുക്കണം. അതെ, അതിന്റെ കാശ് കിട്ടുന്നില്ല. പക്ഷെ ഇതിനേക്കാളും ഒക്കെ അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് പറയുന്നത് ആ പൂക്കളാണ് കേട്ടോ. ആ പൂക്കളൊക്കെ ഈ പറഞ്ഞ പോലെ പൂക്കൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. സൂര്യൻ പോയോ? കാണിച്ച് പോവാടോ. അപ്പൊ ഇവിടെയും കണ്ടോ, ഇവിടെയുണ്ട് ചെറിയ ചെറിയ ഇതെന്തോ ഇത് മറ്റേ ഇതാണ് നമ്മുടെ തക്കാളിയാണ്. അവര് ആ ഇതില് കറുത്ത ട്രേയിൽ വെച്ചിട്ടുണ്ട്. അത് വെച്ചിരിക്കുകയാണിത്. അല്ല മോളെ, ഇതാണ് ചീരയാണ്. ഇത് ഒരു തരത്തിലുള്ള ചീരയാണ്, സിരിസീര എന്ന് പറയില്ലേ അത്. അതിന്റെ അപ്പുറത്ത് പാലക്ക്, അതിന്റെ അപ്പുറത്ത് കൊത്തമല്ലി, അങ്ങനെ പോയേക്കാം. ഇത് മറ്റേ നമ്മളവിടെ നിന്ന് കണ്ട
നമ്മുടെ സ്വന്തം പൂവ്, സ്ഥിരം പൂവാണ്, സ്ഥിരം കുറ്റിയാണ്. നിന്നെ ഞങ്ങൾ അത്ര വലിയ വിലക്ക് എടുക്കുന്നില്ല മക്കളെ, എപ്പോഴും കാണുന്നുണ്ട്. പണ്ട് നമ്മൾ നീലക്കുറിഞ്ഞികൾ പാടിയത് ഇതില്. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് നീലക്കുറിഞ്ഞി പാടിയത് കേട്ടോ. ഇതൊരു കേറ്റാണ്, നമ്മളങ്ങ് അവിടെ കണ്ടോ, അങ്ങ് കയറി പോണം, പോയിട്ട് ബാക്കിയുള്ള എടുക്കാം. നിങ്ങൾക്ക് വേണ്ടി എത്ര കാടും മേടും കേറി ഇറങ്ങുവാണ് ഞങ്ങള്. നിങ്ങൾ ഇത് വല്ല അറിയുന്നുണ്ടോ കൂട്ടുകാരെ? ഇത് നോക്ക്, ഇങ്ങനെ കേറി പോണം ഈ കയറ്റം. കാണിക്കടോ, ദേ കണ്ടോ, കണ്ടോ, വളരെ വലിയ കയറ്റം കേട്ടോ. ഇപ്പൊ കേറി കാണിക്കും നമ്മുടെ ധീരവനിത വിദ്യാത കയറ്റം, വളരെയധികം വലിയ വലിയ തന്നെ കുന്തം കൊണ്ട് കുത്തും. ഒരു കയറ്റം കണ്ടോ, ഇതിനാ പറയുന്നത്. അതെ, എന്തോ ബീഭത്സമായിട്ടുള്ള കയറ്റം എന്നാ ഉദ്ദേശിച്ചത്. ഇതും വലിയ കയറ്റമാടോ. അത് ശരിയാ, കണ്ടോ, ഇതൊക്കെ ചീരയാ. ഒരു സൂത്രം ഇതാണ് നമ്മൾ പറഞ്ഞ നടൻ, നമ്മുടെ നടൻ. കണ്ടോ, ഇത് കടുകിന്റെ ചെടിയാട്ടോ, കടുകിന്റെ ചെടിയാ. കടുക് കുഞ്ഞു പൂ പോയിട്ട് അതിൽ കടുക് വരും. നല്ല ഭംഗിയുള്ള ചെടിയത്, അടിപൊളി. പിന്നെന്താ അവിടെയൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ സ്ഥലങ്ങളാ. ഇവിടെയൊക്കെ ഇപ്പൊ ഒരു മനുഷ്യരല്ലേ ഇവിടെയൊക്കെ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പൊ കടുകിന്റെ എണ്ണയൊക്കെ ഇവിടെയും ചെലവാകും. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ? തൽക്കാലം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇവിടെ പറയാം, വെറുതെ കിടന്ന് വെറുപ്പിക്കണ്ട. അതെ, അപ്പൊ ശരി, ബൈ ബൈ ബൈ.